അപ്പോൾ അടുത്ത് നമ്മളിനി ഡയറക്റ്റ് ഫോം ഫില്ലിങ്ങിലേക്കാണ്. ഫോം എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പം നമ്മൾ ലേബൽ വെച്ച് ലേബൽ ഓരോന്ന് പ്ലേസ് ചെയ്യുന്നത് നോക്കി. ഇനി അടുത്ത നമ്മൾ ഒരു ബട്ടൺ വെക്കുന്നത് നോക്കാം. അപ്പം ഞാനൊരു ബട്ടൺ പ്ലേസ് ചെയ്യാൻ പോവാം. ബട്ടൺ BTN എന്ന് അതിൻ്റെ പേര് കൊടുത്ത് BTN1 TK ഡോട്ട് ബട്ടൺ ബ്രാക്കറ്റിൽ വിൻഡോ ബട്ടൻ്റെ പേര് ടെക്സ്റ്റിനകത്ത് ക്ലിക്ക് കൊടുത്തു. പ്ലേസ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. എക്സ് ലൈനിൽ 50, വൈയിൽ 50. അപ്പം എക്സിന്റെ അതേ നേർക്ക് മതി, പക്ഷെ വൈന് തൊട്ടടുത്ത ബോക്സിലേക്ക് വേണം. അപ്പം വൈ നമുക്കൊരു 100 കൊടുക്കാം. X50, Y100. അത് എവിടെ പ്ലേസ് ആവും നോക്കാം. സംതിങ് എറർ. ടെക്സ്റ്റിന്റെ ടി സ്മോൾ തന്നെ. ഹലോ എക്സ്. ഓക്കെ, ബട്ടൺ താഴെ പോയി. നമുക്ക് തിരിഞ്ഞു പോയി ചെയ്തത്. എക്സ് ലൈനിൽ ഫ്രണ്ടിലോട്ട് പോകണം, വൈയിലാണ് ആ സൈഡ് നിൽക്കേണ്ടത്. ഓക്കെ ഓക്കെ, ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ ബട്ടൺ വെക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പ്ലേസ് ഗ്രിഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. ബട്ടൺ വെക്കുമ്പോൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. വിൻഡോ ടെക്സ്റ്റ് ഏതാണ് കൊടുക്കേണ്ടത് അതുപോലെ. ബട്ടൺ കഴിഞ്ഞ് അതുപോലെ എൻട്രി ഉണ്ട്. അപ്പോൾ ഞാൻ എൻട്രി 1 എന്നൊരു എൻട്രി ഉണ്ട്. എൻട്രി എന്ന് വെച്ചാൽ നമുക്ക് ഇൻപുട്ട് മേടിക്കാനുള്ള സംഭവം. അപ്പം എൻട്രി കൊടുക്കേണ്ടത് TK ഡോട്ട് എൻട്രി വിൻഡോ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തൽക്കാലം വിൻഡോ മാത്രമേ വയ്ക്കുന്നുള്ളൂ, വേറെ ഒന്നും കൊടുക്കുന്നില്ല. ഡോട്ട് ഇതിനെയും പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതിനെയും നമുക്ക് ഈ ഹലോ ടെക്സ്റ്റിന്റെ ഫ്രണ്ടിലോട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എക്സ് കൂട്ടി കൊടുത്താൽ മതി. അപ്പം പ്ലേസിനകത്ത് എക്സ് കൂട്ടി കൊടുത്ത് എക്സ് 100 ആക്കണം. വൈ സെയിം വാല്യൂ തന്നെ മതി. ഓക്കെ, എൻട്രി. ഇനി അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഫുൾ ഫോം ഡിസൈൻ ചെയ്യാം. ബേസിക് എല്ലാം കവർ ചെയ്ത് ഇനി ഫോം ഡിസൈനിങ്ങിലോട്ട്.